സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW ആണ്. BMWന്റെ 4 വണ്ടികൾ വ്യത്യസ്തപരമായിട്ടുള്ള 3 സീരീസ് ഉണ്ട്, 5 സീരീസ് ഉണ്ട്, 1 സീരീസ് ഉണ്ട്, പിന്നെ X1 സീരീസ്. ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW ആണ്. BMWന്റെ 4 വണ്ടികൾ വ്യത്യസ്തപരമായിട്ടുള്ള 3 സീരീസ് ഉണ്ട്, 5 സീരീസ് ഉണ്ട്, 1 സീരീസ് ഉണ്ട്, പിന്നെ X1 സീരീസ്. ഇത്രയും 4 ഡിഫറൻ്റ് ആയിട്ടുള്ള വാഹനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ ആണ് വരുന്നത്. അറവങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് സ്റ്റോക്കൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ ക്വാളിറ്റി വണ്ടികൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ജസ്റ്റ് ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റാസി കാർസ് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ശ്രമിച്ചിട്ട് ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വാഹനം, ഫസ്റ്റ് വാഹനം എന്ന് പറയുന്നത് BMW 3 സീരീസ് ആണ്. 320D എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഈ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഏത് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല എന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ തരാനും പറ്റും. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടി. അതായത് എല്ലാവരും അതർ സ്റ്റേറ്റ് വാഹനം എന്ന് പറയുമ്പോൾ ആദ്യം മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെയുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓൾ ഒറിജിനൽ വണ്ടിയാണ്. അതും 88,000 കിലോമീറ്റർ ഫുൾ കമ്പനി 2024 വരെ BMW മാത്രം സർവീസ് ചെയ്തിട്ടുള്ള സർവീസ് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതിന്റെ സൺറൂഫ് വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഫുൾ സർവീസ് റെക്കോർഡ് കൂടി. അപ്പോൾ ഇതിന് നമ്മൾ പ്രൈസ് പ്രതീക്ഷിക്കുന്നത് 2015-16 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഫേസ് നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 13 വെച്ച് 16 എത്തിയപ്പോഴത്തേക്കും കുറച്ച് അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു ഫിക്സ്ഡ് ഫൈനൽ റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 11,95,000 ഓഫർ പ്രൈസ് ആണ്. ഇതിനൊന്നും സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ ഓടിയ വണ്ടി കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. അപ്പോൾ ഇതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോ, ഇതായി കാണുന്ന നമ്പറിൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് 5 സീരീസ് ആണ്. 5 സീരീസിൽ തന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വണ്ടിയാണത്. സാധാരണ ആൾക്കാർ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് 2010-11 വാഹനം 5 സീരീസ് എടുത്തിട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാറാണ് പതിവ്. നേരെ മറിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ 2016 വാഹനമാണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വാഹനമാണ്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ എന്തെങ്കിലും ചെറിയ തട്ടുമുട്ടൊക്കെ സംഭവിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യാനൊരു പതിവ് കണ്ടുവരാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല, എല്ലാം ഒറിജിനലാണ്. ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, അതർ സ്റ്റേറ്റ് വണ്ടിയാകുമ്പോൾ എല്ലാവരും നോക്കുന്നതാണ്. നമ്മളിലുള്ള വാഹനങ്ങളെല്ലാം ഇന്ന് പറയുന്ന വാഹനങ്ങളെല്ലാം അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ്. അതിൽ ഒരു വാഹനം മാത്രമാണ് കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞ 2016 വരുന്ന വാഹനം നോ റീപ്ലേസ്മെന്റ് നോ റീപ്ലേസ് വാഹനമാണ്. 2016 ആണ്. 2024 വരെ ലാസ്റ്റ് വരെ കമ്പനിയിൽ സർവീസും ചെയ്തിട്ടുണ്ട്. BMW മാത്രം സർവീസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു വാഹനമാണ്. ഇത് 2016 ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, ഇന്റേണലി ഫീച്ചേഴ്സും വ്യത്യാസമുണ്ട്. ഇപ്പോൾ 2011 ഒക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാറ് പറയുമ്പോൾ ഇന്റീരിയർ ആകെ മോശമായിട്ടുണ്ടാവും. പിന്നെ ഇന്റീരിയറിലുള്ള ഡിസ്പ്ലേ, മറ്റുള്ള സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ പഴയ മോഡലായിരിക്കും. ഇത് ഓൾറെഡി പുതിയ മോഡലാണ്. സ്റ്റെയറിങ് നമ്മൾ 75,000 രൂപ എടുത്തിട്ട് സ്റ്റെയറിങ് എം സ്പോർട്ടിന്റെ പുതിയ സ്റ്റെയറിങ്ങിലേക്കും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾ എടുക്കുന്നവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല, അങ്ങ് നമ്പറാക്കി ഓടിയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനാണ്. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അപ്പോൾ ഇതിന് നമ്മൾ പ്രൈസ് പ്രതീക്ഷിക്കുന്നത് 18,90,000 ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഹൈ ക്വാളിറ്റി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. വെറും 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അടുത്തത് നമുക്ക് BMWയുടെ 1 സീരീസ് ആണ്. 1 സീരീസ് നമ്മൾ ഞാനൊരു അങ്ങനെ വിപുലമായിട്ട് ഓടി കണ്ടിട്ടില്ല. നിങ്ങളും കണ്ടിട്ടില്ല എന്ന് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. കാരണം അത് വളരെ വണ്ടികൾ കുറവാണ് പൊതുവെ. ഇത് 1 സീരീസ് ഇപ്പോൾ നമ്മളെ ഇന്ത്യയിലാണ് ഇത്തരം വണ്ടികളൊക്കെ കുറവ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ 1 സീരീസ്, 2 സീരീസ്, 3 സീരീസ്, ഇവിടെ ആകെ നമുക്ക് 1 സീരീസ് കാണാം, പിന്നെ 3 സീരീസ്, 5 ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ പക്ഷേ നമുക്ക് പുറം രാജ്യങ്ങളിൽ ഒരുപാട് വണ്ടികൾ, ഇത്തരം വണ്ടികളുണ്ട്. ഇതൊക്കെ ഒരുപാട് ഇപ്പോൾ UK ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്യും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു വരുമ്പം 2014 വാഹനമാണ്. 2014 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 75,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. ഫുൾ സർവീസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറിജിനലാണ്. വേറെ കാര്യങ്ങളും സ്ക്രാക്കായിട്ട് നമ്മൾ തന്നെ മാറിയതാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫുൾ ജെന്യുവിൻ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ആക്ച്വലി പറയുമ്പോൾ 3 സീരീസിന്റെ സെയിം എഞ്ചിൻ വെച്ചിട്ട് കമ്പനി ഇറക്കിയൊരു ഒന്നും കൂടി ചെറിയൊരു വണ്ടി എന്നുള്ളതാണ്. അതാണ് ഒരു 1 സീരീസ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 3 സീരീസ് ആകുമ്പോൾ 3 ആണ്. 2 ആകുമ്പോൾ ഒന്നുകൂടി നീളം കുറയും, പിന്നെയും കുറഞ്ഞിട്ട് അങ്ങനെ നല്ല സിറ്റി ഡ്രൈവിന് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ്. നല്ല പവർഫുള്ളും എല്ലാം ഉണ്ട്. സ്പീഡ് മോഡുകളൊക്കെ, ഡ്രൈവ് മോഡ് 4-5 മോഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം 3 സീരീസിന്റെ സെയിം എഞ്ചിൻ ആയതുകൊണ്ട് ഇന്റീരിയറിലൊന്നും ഒരു മാറ്റമില്ല. ബോഡി ഷേപ്പിലും ബാക്കിലും ആണ് കാര്യമായിട്ട് വ്യത്യാസമുള്ളത്. അപ്പോൾ നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8,90,000 NOC ചെറിയൊരു നെഗോസിയേഷനൊക്കെ ഉണ്ടാവും. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്.
അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ BMW X1 ആണ്. ഇത് 2011 വാഹനമാണ്. നമ്മളിവിടെ കേരളത്തിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ NOC ഉള്ള പ്രൈസുകളാണ് പറഞ്ഞത്. ഇത് നമ്മൾ കേരള ടാക്സ് ഒക്കെ അടച്ച് പ്രൈവറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തൊരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന വാഹനമാണിത്. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. KL 84 നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ വേറെ ക്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ വന്നിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ എടുത്തതാണ്. ഇത് 2011 ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കമ്പനിയിലല്ല സർവീസ്, 2-3 സർവീസ് പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഓൾ ജെനുവിൻ ആണ്. എല്ലാ ടയറും കാര്യങ്ങളും ഫ്രണ്ട് 2 ടയർ പുതിയത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഇത് എസ് ഡ്രൈവ് ആണ് വരുന്നത്. 2.0 എസ് ഡ്രൈവ് പറഞ്ഞാൽ പനോരമിക് റൂഫൊക്കെ വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം ഒരു 15-16 കിലോമീറ്റർ നമുക്ക് മൈലേജും കിട്ടും. ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫിക്സ്ഡ് പ്രൈസാണ്. 6,45,000 രൂപക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അതിൽ നെഗോസിയേഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ടാക്സും എല്ലാം അടിച്ച് ഫുൾ ഫിനിഷ് ആയ വണ്ടിയാണ്. അത് ഫുൾ ഓപ്ഷനാണ്, ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്നത്. ഇത്തരം വണ്ടികളൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ 7-8 ലക്ഷമൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കുന്നത് 6,45 ഫിക്സ്ഡ് റേറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയോ വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരുന്ന ഏത് സമയവും വിളിക്കാം. നമ്മൾ വീടിനോട് അനുബന്ധിച്ചാണ് നമ്മളെ യാർഡുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 24 hours നിങ്ങൾക്ക് എപ്പോഴും വിളിച്ചാലും കിട്ടും ചെയ്യും. അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളും നമ്മൾ ഓപ്പണാണ്. പക്ഷേ വിളിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ വണ്ടി നോക്കുന്നവരിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. ഒരു അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.